പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. ഞാനിന്ന് നിങ്ങളെ കാണിച്ചു തരുന്ന അതിമനോഹരമായ അല്ലെങ്കിൽ അത്ഭുതകരമായ റോഡല്ല. മനോഹരം എന്ന് പറയാൻ മനോഹരമാണ്, അതിനേക്കാൾ കൂടുതലായിട്ട് അത്ഭുതമായ റോഡ്. അതായത് വളരെ അത്ഭുതം നിറഞ്ഞ റോഡാണ്. അത് നിങ്ങൾക്ക് അവസാനം മനസ്സിലാവും. ഇത് ഇടുക്കി ജില്ലയിലെ റോഡാണ്. ഇടുക്കി ജില്ലയിലെ കൊന്നത്തടി പഞ്ചായത്തിലെ പാറത്തോട്ടിൽ നിന്ന് ചിന്നാർനിരപ്പ് വഴി വാത്തിക്കുടി പഞ്ചായത്തിലെ പെരിഞ്ചാംകുട്ടി ചെമ്പോപ്പാറയ്ക്ക് വരുന്ന ഒരു റോഡാണ്. ഇതിൻ്റെ അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ട് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഏകദേശം ഇതിൻ്റെ ഭൂരിഭാഗം വഴികളും പണിത് 10-20 വർഷമായും തോന്നി റോഡ് പണിയാൻ തുടങ്ങി. പക്ഷെ പണിയും തോറി റോഡിൻ്റെ നീളം കൂടുകയാണോ എന്നാണെന്ന് അറിയത്തില്ല. ഏത് പണി ഒരിക്കലും പൂർത്തിയാക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇത് പൂർത്തിയാകാനുള്ള പറഞ്ഞാൽ വേറെ ഒരു 1/2 കിലോമീറ്റർ അല്ലെങ്കിൽ 700 മീറ്റർ ദൂരമാണ്. ഇതിന് എത്ര വർഷം കൊണ്ട് തീരുമെന്നുള്ളതോ ഇതൊന്നും അറിയത്തില്ല. നമ്മുടെ ഇന്ത്യയിലെ റോക്കുമാൻ എന്ന് പറഞ്ഞറിയപ്പെടുന്നൊരു മനുഷ്യനുണ്ട്, മൗണ്ടൻ മാൻ എന്നൊക്കെ പറഞ്ഞത്. തൊട്ടടുത്ത അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ യാത്രാ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറ്റാതെ ഭാര്യ മരിച്ചപ്പോൾ ആ മനുഷ്യൻ ഒരു ഉള്ളിയും ചുറ്റിയേയും കൊണ്ട് ഏതാണ്ട് 110 മീറ്ററോളം ഒരു പാറ തുറന്ന് ഒരു മല തുറന്നല്ലേ മലയെ കൂടെ റോഡ് വെട്ടി ഒറ്റയ്ക്ക് ഒരാരുടെയും സഹായം ഇല്ലാതെ ഒറ്റയ്ക്ക് അദ്ദേഹം അടുത്ത ഗ്രാമത്തിലേക്ക് റോഡ് വെട്ടിയ ആളാണ്. അങ്ങനെ ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇത്രയും കാലമായിട്ട് ഏകദേശം ഒരു 10-25 വർഷമായെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. 10-20 വർഷം മുകളിലായി റോഡ് ഇങ്ങനെ കുറച്ച് പണിത് ഇന്ന് വരാൻ നാളെ തരാമെന്ന് പറയാനും കേൾക്കാനും തുടങ്ങി. ഇതിന് വേറെ ഒരു 1/2 കിലോമീറ്റർ അല്ല, മാക്സിമം ഒരു 700 മീറ്റർ റോഡാണ് തീർക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ ഇടുക്കി ജില്ലയിലെ കൊന്നത്തടി പഞ്ചായത്തിലെ പാറത്തോട്ടിൽ നിന്ന് വാത്തിക്കുടി പഞ്ചായത്തിലെ ചെമ്പോപ്പാറയ്ക്ക് വരും. ഇപ്പോൾ നിലവിൽ ഈ റൂട്ടിൽ, അതായത് ഇപ്പോൾ ചിന്നാർനിരപ്പ് എന്ന് പറയുന്നൊരു ദേവാലയമുണ്ട് പാറത്തോട്ട് പുറപ്പള്ളിക്ക് നിന്നുള്ള കൊന്നത്തടി പഞ്ചായത്ത്. അവിടെ നിന്നിപ്പോൾ നിലവിൽ ഈ ചെമ്പോപ്പാറയ്ക്കൊന്ന് വരണമെങ്കിൽ അവിടെ നോക്കി നമുക്ക് തൊട്ട് താഴെ കാണാം, ചെമ്പോപ്പാറ തൊട്ട് താഴെ കാണാം. പക്ഷേ അതുകൊണ്ട് വരണമെങ്കിൽ ഏതാണ്ട് ഒരു 15 കിലോമീറ്ററോളം ചുറ്റിയാണ്. ഈ റോഡ് തീരുകയാണ് 1.5-2 കിലോമീറ്റർ താഴെയാണ് ചെമ്പോപ്പാറയ്ക്കുള്ളത്. അതുപോലെ ഈ ചിന്നാർനിരപ്പ് ഭാഗത്തുള്ള ജനങ്ങൾക്ക് കട്ടപ്പനയിലേക്ക് ഒന്ന് പോകണമെങ്കിൽ ഏകദേശം ഒരു 10 കിലോമീറ്റർ ലാഭം കിട്ടുന്നിരിക്കുന്നു. നേരെ ചെമ്പോപ്പാറയിലേക്ക് കഴിഞ്ഞാൽ അവിടെ നിന്ന് 24 കിലോമീറ്ററേ ഉള്ളൂ കട്ടപ്പനയ്ക്ക് പോകാനായിട്ട്. മുരിക്കാശ്ശേരിക്ക് പോകാനും വളരെ എളുപ്പമാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റി, ഈ റോഡ് ഇങ്ങനെ നീണ്ട പോവുകയാണ്. അതുകൊണ്ടാണ് ഞാനെന്ന് പറഞ്ഞാൽ അത്ഭുത റോഡെന്ന് ഞാൻ പറഞ്ഞത്. കാരണം എത്ര പണിതിട്ട് ഈ റോഡ് തീരുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. ജനങ്ങൾ കുറേ നാളും വെച്ച് നോക്കി, കുറേ ഒക്കെ വെച്ച് നോക്കി. ഇത് ഏതായാലും എല്ലാവരും ഈ ഇലക്ഷൻ മുമ്പ് തീരും. പഞ്ചായത്ത് ഇലക്ഷൻ മുമ്പ് അവിടുത്തെ റോഡ് ഉദ്ഘാടനമൊക്കെ നടന്നു കേട്ടോ, അത് വേറെ കാര്യം. ഇനിയിപ്പോൾ അതെന്നാണെന്ന് അറിയില്ല. അതിൻ്റെ സാങ്കേതിക വിദ്യ പോരാഞ്ഞിട്ടാണോ അതോ അത്യാധുനിക ജർമ്മൻ സാങ്കേതിക വിദ്യ വല്ലതും വേണോ റോഡ് തീരാണെന്ന് അറിയില്ല. ഏതായാലും ഇത് വളരെ മോശമായി. 1/2 കിലോമീറ്ററിന് വേണ്ടി വില പറയാനായിട്ട് 1/2 കിലോമീറ്റർ മാക്സിമം 700 മീറ്ററിന് ഞാൻ പറഞ്ഞു. ഒരു പാലം ഉണ്ടാകണം, അല്ലെങ്കിൽ ആ തൊട്ടടുത്ത ടാറിംഗ് റോഡിലേക്ക്, ആ കോൺക്രീറ്റ് റോഡിലേക്ക് എവിടെയെങ്കിലും മുട്ടിച്ച് കഴിഞ്ഞാൽ ഒരു വണ്ടി ഒരു ബൈക്ക് ഇറങ്ങി പോകുന്നത്. ഞാൻ വീഡിയോ എടുക്കാൻ പോയിട്ട് തിരിച്ച് 10-20 കിലോമീറ്റർ ചുറ്റിയിട്ടാണ് തിരിച്ചു വരുന്നത്. അതേസമയം 1/2 കിലോമീറ്റർ കൂടെ റോഡ് ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് അതിനോട് ഇറങ്ങിയിട്ട് 1/2 കിലോമീറ്റർ പോന്നാൽ എൻ്റെ വീട്ടിലേക്ക് വരാമായിരുന്നു. അതാണ് വ്യത്യാസം. അപ്പം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ ജനങ്ങളെ ഒന്നിച്ച് നിൽക്കാത്തതാണെന്ന് എനിക്ക് തോന്നുന്നു. വലിയ പ്രശ്നമാക്കിയെല്ലാം പറഞ്ഞേക്കുന്ന നല്ല റോഡാട്ടോ, നല്ല അടിപൊളിയാണ്, നല്ല വ്യൂ ഉണ്ടെന്നുണ്ട്. ഈ റോഡ് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കറിയാം എന്ത് വ്യൂ ആണെന്ന് നോക്കിയത്. നല്ല രസമാണ്, നല്ല വീതിയിൽ നല്ല റോഡാണ്. പക്ഷേ 1/2 കിലോമീറ്റർ തീരാതെ ആർക്കെന്ത് പ്രയോജനം? ഒരു ഓട്ടം പോവില്ല, ഒരു ആശുപത്രി പോകണമെങ്കിൽ പറ്റില്ല. പെട്ടെന്ന് മുരിക്കാശ്ശേരിയിലാണ് ഒരു നല്ല ആശുപത്രി ഉള്ളത്, അങ്ങോട്ട് പോകണമെങ്കിൽ പറ്റില്ല. ഒരു ബൈക്ക് ഇറങ്ങി പോകണമെങ്കിൽ പറ്റില്ല, ഒരു ഓട്ടം പോകാൻ പറ്റില്ല, ഒന്നും പോകാൻ പറ്റില്ല. റോഡിൻ്റെ സൗകര്യാവസ്ഥ അതുപോലെ തന്നെ വെച്ചാൽ. പക്ഷേ അവർ പറയുന്നൊരു പ്ലാന്റേഷൻ ഉണ്ടെന്ന്. പ്ലാന്റേഷനാണെങ്കിൽ അതിനകത്തൊരു റോഡ് ഉള്ളതാണ്, പുതിയ റോഡൊന്നും പറ്റേണ്ടുള്ള റോഡൊന്നും ഇപ്പോൾ അവർ ചെയ്യുമോ? എന്തൊരു സംവിധാനം മന്ത്രിസഭ നോക്കിക്കഴിഞ്ഞാൽ നടക്കില്ല, നിസ്സാരമായിട്ട് ചെയ്യാവുന്ന കാര്യമില്ലേ. കാരണം ഈ പ്ലാന്റേഷൻ റിസർവോനൊന്നും അല്ലാത്തതുകൊണ്ട് ഗവൺമെൻറ് അനുമതിയൊന്നും വേണ്ട. നിസ്സാരമായിട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിസ്സാരമായിട്ട് ചെയ്യാമായിരുന്നു. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഏറ്റവും പെട്ടെന്ന് ആ റോഡ് പൂർത്തിയാക്കുക. കാരണം അവിടെ ചെന്നൊക്കെ കഴിഞ്ഞ ദിവസം ഞാനതിൻ്റെ വീഡിയോ എടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ആൾക്കാരുടെയൊക്കെ പ്രതികരണം വളരെ മോശമാണ്. ഞാനത് വീഡിയോയിൽ ഇലക്ഷൻ ടൈം വരുന്നതുകൊണ്ട് ഞാൻ വീഡിയോ ഇട്ടില്ലെന്നുള്ളതേ ഉള്ളൂ. ആൾക്കാരൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അതിപ്പോൾ ഇത് ഒരു മോശമായ പ്രവണത ആയതുകൊണ്ട് ഇലക്ഷൻ ടൈമിൽ നമ്മളങ്ങനെ കുറ്റം പറയുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി ഞാൻ ഇടാത്തതാണ്. അപ്പോൾ അതൊരു ബലഹീനതയായിട്ട് ആരും തോന്നരുത്. ഇതുണ്ട്, ഇത് കുറച്ചുകൂടെ ഉള്ളത്, ശഹനാടെ ഉള്ളത് കുറച്ചൊരു ഭാഗം ഉള്ളതുണ്ട്. ഇതിപ്പോൾ കുറച്ചുകൂടെ ഉണ്ട് നല്ല ഭാഗം. ഇത്രയും വരെ ബൈക്ക് പോകുള്ളൂ. ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സംഗതി ഭയങ്കര കുഴിയും ഇതാണ്. കണ്ടോ,
ഇത്രയും ഭാഗത്ത് അങ്ങേക്കര കാണുന്ന ഏതല്ല, തൊട്ട് അങ്ങേക്കര കാണുന്നതാണ് മെയിൻ റോഡ്. അതിനാണ് ഇത് ആലപ്പുഴ മധുര സ്റ്റേറ്റ് ഹൈവേയാണ്. ആലപ്പുഴ മധുര മുരിക്കാശ്ശേരിയിൽ നിന്ന് പെരിച്ചാക്കുട്ടി വഴി പോകുന്ന നെല്ലിച്ചിന്നാർ വഴി പോകുന്ന നെടുങ്കണ്ടം റോഡിൻ്റെ സ്റ്റേറ്റ് ഹൈവേ ഭാഗമാണ്. ബാക്കിയെല്ലാം റോഡ് അടിപൊളി റോഡാണ്, കുറ്റം ഒന്നും പറയാനില്ല. നല്ല രീതിയിലും പണിതിട്ടുണ്ട്. ഇതൊന്നും ഞാൻ പറയുന്നത് ഈ 1/2 കിലോമീറ്റർ എന്തിന് വെച്ചേക്കുന്നതല്ല. ഇതറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അന്ന് ഇടപെട്ട ആരെങ്കിലും, അവിടെയുള്ള ആ പ്രദേശത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ടൊന്ന് വന്ന് പറയുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഇതൊരു അറിയാമല്ലോ എന്താ കാരണം എന്നുള്ളത് അറിയാമല്ലോ. എനിക്കതിനെക്കുറിച്ച് അറിയില്ല. ഞാനിപ്പോൾ അന്വേഷിക്കാനൊക്കെ അന്വേഷിച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആർക്കും അതിനെക്കുറിച്ച് അറിയില്ല. അത് പല വകുപ്പാനൊക്കെയാണ് പറയുന്നത്. എൻ്റെ വകുപ്പ് ഇരിക്കുന്നത് പ്ലാന്റേഷൻ കൂടെ റോഡ് നന്നാക്കി എടുക്കാൻ എൻ്റെ വകുപ്പാണെന്നുള്ളത് അതൊരു മന്ത്രി നോക്കിയാലും മന്ത്രി നോക്കിയാലും നടക്കുകയില്ലേ. വേണം എന്നേ നടക്കുമായിരുന്നു. ഇതിനേക്കാളും വലിയ റിസർവ് വനത്തിൽ കൂടെ പോകുന്നില്ലേ റോഡുകൾ. പിന്നെയാണെങ്കിൽ പ്ലാന്റേഷൻ കൂടെ അതൊരു ചുമ്മാ ഒരു മുടക്കരായ, അതായത് പണിയരുത്, റോഡ് പണിയരുത്. എല്ലാ കാലവും നാട്ടുകാരെ റോഡെന്ന് പറഞ്ഞ് കബളിപ്പിച്ചുകൊണ്ട് ഇന്ന് റോഡ് തരാം. അപ്പോൾ ഇത് തീരുമാനം വരെ ഇവർ എഴുതിവെക്കും എന്നുള്ളതാണ്. പക്ഷേ ഈ പ്രാവശ്യം കളി മാറും. ആൾക്കാർ അതിനകത്ത് കാരണം വെച്ചാൽ വളരെ മോശപ്പെട്ട ഒരു പ്രതികരണമാണ്. ഞാനൊരു വലിയ താമസിക്കാതെ ഒരു ഇലക്ഷൻ എടുക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഒരു വീഡിയോ എടുത്തിടുന്നുണ്ട്. ആൾക്കാരുടെ പ്രതികരണമൊക്കെ ആയിട്ട് വീഡിയോ കൊണ്ട് വരുന്നുണ്ട് ഞാൻ. അതുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് ആ റോഡ് പൂർത്തിയാക്കാനുള്ള പരിപാടി നിസ്സാരമായിട്ട് അത് ചെയ്യേണ്ട കാര്യമാണ്. അധികാരികളോടല്ല ഞാൻ ആവശ്യപ്പെടുകയാണ്. ഞങ്ങളുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയാണിത്. കാരണം വെച്ചാൽ ഇനി നമ്മൾ ഇതിനകത്തൊരു അവധി കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് കണ്ടോ, എനിക്ക് ശോചനീയാവസ്ഥയാണ്. കണ്ടോ, നിസ്സാരമായ കാര്യങ്ങൾ, ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പം ജനം സ്വമനസാലെ അവരെല്ലാം തൊഴിലേറ്റും. അതാണ് കണ്ടുവരുന്നത്. ഞാൻ വേറൊരു താലൂക്കിലെ എൻ്റെ നിയോജകമണ്ഡലത്തെ കുറിച്ച് ഞാൻ പറയുന്നില്ല, ഉദാഹരണമായിട്ടൊന്നും പറയുന്നില്ല. ഇതാണ് 1/2 കിലോമീറ്റർ കാണുന്ന അതാണ് മെയിൻ ടൗണല്ല മെയിൻ റോഡാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഇത് നാടിൻ്റെ ആവശ്യം ഞാൻ കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. അറിയാവുന്ന വിവരങ്ങൾ കമൻറ്റ് ചെയ്യണേ. നന്ദി, നമസ്കാരം.